അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യപാദം ഇവ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ലഗ്നത്തിലാണ് സൂര്യനോടൊപ്പം ബുധനും അവിടെയുണ്ട്. ഇത് ബുദ്ധിശക്തി അതുപോലെ നേതൃപാടവം ഒക്കെ തെളിയിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ആശയവിനിമയത്തിനുള്ള കഴിവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ലഗ്നത്തിൽ തന്നെ കേതുവും ഉണ്ട് എന്നുള്ളത് ചില അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ടാക്കാനും മാനസിക സംഘർഷമുണ്ടാക്കാനും ഒക്കെ, അതുപോലെ എടുത്തുചാട്ടം, അനാവശ്യ ദേഷ്യം ഇതൊക്കെ ഉണ്ടാക്കാനും പര്യാപ്തമാണ് എന്നുകൂടെ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ, സഹപ്രവർത്തകർ ഇവരൊക്കെ ആയിട്ടുള്ള സംഭാഷണത്തിലും ഒക്കെ ആശയവിനിമയ സമയങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ സേവനം ഒക്കെ ചെയ്യുന്നവർ, ഭരണരംഗത്തുള്ളവർ, വിദ്യാഭ്യാസം, മാധ്യമം, രാഷ്ട്രീയം മുതലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മാറ്റം ആണ് ഉദ്ദേശിക്കുന്നവർക്കും അത് അനുകൂലമായിട്ടുള്ള വാർത്ത ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുകാർക്ക് ചില പുതിയ പങ്കാളിത്തങ്ങളുണ്ടാവുകയും അതിൽ നിന്ന് ചില പുതിയ അവസരങ്ങളുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി സ്ഥിരതയുള്ളത് തന്നെയായിരിക്കും. പുതിയ ചില വരുമാന മാർഗങ്ങൾ അനാവരണം തുറക്കപ്പെടും. എന്നാൽ ശുക്രൻ നീചത്തിലാണ്. അതിൻ്റെ നീചസ്ഥിതി കാരണം ചില അനാവശ്യമായിട്ടുള്ള ചിലവുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഡംബര ചിലവുകളും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഓഹരി സംബന്ധിച്ച്, ഭൂമി സംബന്ധിച്ചും ഒക്കെയുള്ള നഷ്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് പൊതുവെ മെച്ചം തന്നെയാണ്. എന്നാൽ അമിത ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണ് സംബന്ധിച്ച രോഗമുള്ളവരും തല സംബന്ധിച്ച് മൈഗ്രെയിൻ മുതലായിട്ടുള്ള രോഗമുള്ളവരൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം ഉള്ളവരും ശ്രദ്ധിക്കണം. അത് കുറച്ച് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ തൻ്റെ അഭിപ്രായത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നതായിട്ട് കാണാം. ദാമ്പത്യത്തിലാണെങ്കിലും പരസ്പര ബഹുമാനവും ഒക്കെ ഉണ്ടാകും. പരസ്പര വിശ്വാസവും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. മക്കളുടെ ഭാഗത്തു നിന്നും അവരുടെ കഴിവുകളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള അവർക്ക് ചില കലാപരമായിട്ടുള്ള അവാർഡുകളോ അല്ല സമ്മാനങ്ങളോ ഒക്കെ കിട്ടും. അതുകൊണ്ട് ആ സന്തോഷം കുടുംബത്തിൽ പങ്കിടാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൗമ്യമായിട്ടുള്ള ഭാഷയിൽ കൂടെയുള്ള സംഭാഷണത്തിൽ കൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് സൂര്യനെ ഭജിക്കുകയാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക, സൂര്യന് ഹോമം നടത്തുക, സൗരഹോമം മുതലായിട്ടുള്ളവ നടത്തുക. ആ മന്ത്രം, സൂര്യൻ്റെ മന്ത്രം ഋക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷ മന്ത്രങ്ങളോ ഒക്കെ നിത്യേന ജപിക്കുന്നതും ഒക്കെ വളരെ ശ്രേയസ്കരമാണ്. സൂര്യന് അർഘ്യസമർപ്പണം വളരെ വിശിഷ്ടമാണ്. 3 ത്രികാലങ്ങളിൽ സൂര്യന് അർഘ്യസമർപ്പണം നടത്തുക വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവന് പാലുകൊണ്ടുള്ള അഭിഷേകം നടത്തുകയും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമാണ്.